ADN ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് മാർക്കിനെ കുറിച്ചാണ്. ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിന് നമ്മളൊരു പേരിടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. ആ ഒരു പേര് നിലവിൽ ആരെങ്കിലും ട്രേഡ് മാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ടോ? അതായത് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പേര് എന്ത് ചെയ്യാം, നമുക്ക് റിസർവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഒരു ട്രേഡ് മാർക്കായിട്ട് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് മറ്റൊരു വ്യക്തിക്ക് ആ ഒരു പേര് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിന് ഒരു പേരിടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ട്രേഡ് മാർക്കിൽ ആരെങ്കിലും ഈ ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇല്ല എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളുടെ സ്ഥാപനത്തിന് ആ ഒരു പേര് കൊടുക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങളുടെ ബിസിനസ്സിന് നാളെ ഒരു ബ്രാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുവരും എന്ന കൺസെപ്റ്റിൽ ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ട്രേഡ് മാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ട്രേഡ് മാർക്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം, അപ്പോൾ അതിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതായത് വേറെ ആരും ആ ഒരു പേരോ അതല്ലെങ്കിൽ അതുമായി വളരെ സിമിലർ ആയിട്ടുള്ള പേരുകളൊന്നും ആരും എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യമായിട്ട് ആ ഒരു ക്ലാസ്സിൽ, അതായത് ഏത് ബിസിനസ് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത് അതിൽ നിങ്ങൾക്ക് ആ ഒരു പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇത് രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളൊരു പേര് ഇടുന്നു, ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ 4-5 വർഷത്തെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇത് നല്ലൊരു റീച്ച് കിട്ടുന്നു. വലിയ റീച്ച് കിട്ടുന്ന സമയത്ത് വേറെ ആൾ വരികയാണ്, ഈ ഒരു പേര് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ആ ഒരു പേര് മാറ്റണം, ഞാൻ ഓൾറെഡി ട്രേഡ് മാർക്ക് റിസർവ് ചെയ്തതാണെന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളൊരു 5 വർഷത്തെ ഹാർഡ് വർക്ക് വെറുതെ ആയ പോലെയാവും. കാരണം നിങ്ങളെ ആർക്കും പരിചയം ഉണ്ടാവില്ല, എല്ലാവരും അറിയപ്പെടുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക? ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിടുക. എന്നാൽ പിന്നെ ആ ഒരു പേര് സേഫായി. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പേര് ട്രേഡ് മാർക്ക് ആദ്യം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ ഇതാണ് പ്രശ്നം. മറ്റൊരു വ്യക്തി വന്നാണ് നാളെ നമ്മളവിടെ സ്ഥാപനത്തിന് പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് നമ്മൾ ഒഴിവാക്കുക എന്നല്ലാതെ നമുക്ക് ലീഗലി മറ്റു ഓപ്ഷനുകളില്ല. പിന്നെ നമുക്ക് ലീഗലി പോകണം തന്നെ അത് എക്സ്പെൻസീവാണ്. പിന്നെ നമുക്കത് ഓൾറെഡി അതായത് നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ള ആളാണെങ്കിൽ പിന്നെ ആ ഒരു ട്രേഡ് മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും നല്ല നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതല്ല, ഈ ഓൾറെഡി നിലവിൽ പേര് അവൈലബിൾ ആണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ പോകണം. അങ്ങനെയും ചില ആളുകളുണ്ട്. ചില ആളുകൾ ചെക്ക് ചെയ്യും, ഈ പേര് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്നായിട്ട് ബിസിനസ് ചെയ്യും, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യാണ്? മറ്റൊരു വ്യക്തിക്ക് ആ ഒരു പേര് ഓക്കെയാണ്, അവർ എന്ത് ചെയ്യാണ്? നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യണം? ആ ഒരു പേര് കണ്ടിട്ട് എന്ത് ചെയ്യാണ്? അത് രജിസ്റ്റർ ചെയ്തിട്ടു. 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ആ നിങ്ങൾ നല്ലൊരു നിലയെത്തിയപ്പോൾ ആ വ്യക്തി പറയുകയാണ്, നിങ്ങളോട് പേര് ഒഴിവാക്കണം, ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഈ ഒരു പേര് ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഈ ഒരു പേരാണ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾ ആ പേര് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലത്തെ ഹാർഡ് വർക്ക് എന്ത് ചെയ്യും? നഷ്ടത്തിലായി പോകും. അപ്പോൾ ചെറിയ എമൗണ്ട് മാത്രമേ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പോവാം? ബിസിനസ് ചെയ്യാൻ പോവാം. ട്രേഡ് മാർക്ക് മാത്രമല്ല, നിങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ പേരിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി ആയിട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ MCAയുടെ സൈറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. വെബ്സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് തന്നെ വെബ്സൈറ്റ്, ആ ഒരു പേരിൽ നമുക്ക് വെബ്സൈറ്റ് കിട്ടും. കാരണം നമ്മുടെ ഒരു ബ്രാൻഡിങ് ലെവലിലേക്ക് പോകുമ്പോൾ വെബ്സൈറ്റ് നിർബന്ധമായിരിക്കും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് സെയിം പേരിൽ ഇപ്പോൾ ADN എന്നാണെങ്കിൽ ADN, ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ADN LLP.com, അത്രയും ഷോർട്ടായിട്ട് വളരെ ചെറിയ ഡൊമൈൻ നെയിമാണ്. അങ്ങനെ ഏറ്റവും ചെറിയത് കറക്റ്റായിട്ട് നിങ്ങളെ പേര് കിട്ടുമോ എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമായി കിട്ടുന്നൊരു പേര് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ അതിലൊക്കെ അഡ്വർടൈസ് ചെയ്യുമ്പോഴൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു സ്ഥാപനത്തിന് പേരിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് മാർക്കിൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ ട്രേഡ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ് മാർക്ക് എന്നുള്ളത് മറ്റു രജിസ്ട്രേഷനെ പോലെ നമുക്കൊരു 10 ദിവസം കൊണ്ട് കിട്ടുന്നു, അതല്ലെങ്കിൽ ഒരു 20 ദിവസം 30 ദിവസം കൊണ്ട് കിട്ടുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ട്രേഡ് മാർക്കിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 വർഷം സമയമെങ്കിലും അത് രജിസ്റ്റേർഡ് ആയിട്ട് വരാൻ ഏറ്റവും ചുരുങ്ങിയ 1 വർഷം അതിന് മുകളിൽ സമയമെടുക്കും. അപ്പോൾ ഇതാണ് ട്രേഡ് മാർക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ മറ്റു കമ്പനി അതുമായി ബന്ധപ്പെട്ട സിമിലർ പേരുകളുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഏത് സമയത്തും അതിന് ഒബ്ജക്ഷന് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്, മറ്റൊരു കാര്യം പറയും, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് ട്രേഡ് മാർക്കൊന്നും ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല, അത്രയും വളരെ ഷോർട്ടായിട്ടുള്ള ബിസിനസ് അത് ബഡ്ജറ്റാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്
മാക്സിമം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കാം. അതായത് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു ലൈസൻസ് എടുക്കുക. ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അതായത് പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോപ്പി നിങ്ങൾ ശേഖരിച്ച് വെക്കുക. ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അതിൽ പോസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയോ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെക്കുക. അങ്ങനെ എന്തെല്ലാം ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൻ്റെ രേഖ എവിടെയൊക്കെ നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഇന്ന് നിങ്ങളെ സ്ഥാപനം മറ്റൊരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് മറ്റൊരു വ്യക്തി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സെയിം പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഗലി പോകണം. ഇത്രയും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അത് ഇന്ന തീയതി മുതൽ ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഇന്ന വ്യക്തി എന്താണ്, അതിന് ശേഷമാണ് ഈ ഒരു പേര് ഇട്ടിട്ടുള്ളത്, അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ എന്ത് ചെയ്യാം, എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം നാളെ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യം വന്നോളണമെന്നില്ല എങ്കിൽ പോലും എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യണം, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, ശേഖരിച്ച് വെക്കുക. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഫണ്ടിന് വളരെ ചെറിയ എമൗണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വരുന്നുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കൊടുക്കുക. അതല്ല എങ്കിൽ എന്നാണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്തിടുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ട്രേഡ് മാർക്ക് മറ്റൊരു കാര്യമുള്ളത്, ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സുകളാണ്. അതായത് ഇപ്പോൾ ഒരു 35 എന്നുള്ളത് ഒരു ഉദാഹരണം 35 എന്നുള്ള ക്ലാസ്സിലാണ് ഇത് അക്കൗണ്ടിങ് ടാക്സേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഒരു ഫുഡ് ബിസിനസ് ഒരു ക്ലാസ്സാണ്, ഒരു അഡ്വർടൈസിങ് ഏജൻസിൻ്റെ അഡ്വർടൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരു ക്ലാസ്സിലാണ്, അതല്ലെങ്കിൽ ടൈൽസ് സാനിറ്ററി ഐറ്റംസ് ഒക്കെ വേറെ ക്ലാസ്സിലാണ്. ഓരോന്നും ഓരോ കാറ്റഗറി ഓരോ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഏത് ബിസിനസ് ആ ഒരു ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാനാണ്. നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലാസ്സിൽ ചെയ്യാനേക്കാരം ആ ഒരു ഫീ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു മാനുഫാക്ചറിങ് ഇപ്പോൾ ഫർണിച്ചർ യൂണിറ്റും ചെയ്യുന്നുണ്ട്. രണ്ടിനും ഒരേ പേരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ക്ലാസ്സിലും നിങ്ങൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അതല്ലാതെ ഫുഡ് ബിസിനസ്സിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ മേ ബി വേറെ വ്യക്തി എന്ത് ഫർണിച്ചർ ബിസിനസ്സിൽ ആ ഒരു പേരിൽ ഫർണിച്ചർ ബിസിനസ് മേ ബി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ഈ ഒരു 2 കാറ്റഗറി വരുന്നുണ്ട്, ആ 2 കാറ്റഗറിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പേര് റിസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് അക്കൗണ്ട്സ് ടാക്സ് പരമായി എന്ത് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ടാക്സ് പരമായി എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ 9633387350. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.